ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പലതരത്തിലുള്ള റിലേഷൻസിൻ്റെ ആദ്യത്തെ റിഫ്ലെക്സീവ് റിലേഷനാണ്. നമ്മൾ 3 തരം റിലേഷൻസാണ് പഠിക്കുന്നത്. ഒന്നാമത്തേത് റിഫ്ലെക്സീവ് റിലേഷൻ, രണ്ടാമത്തേത് സിമെട്രിക് റിലേഷൻ, മൂന്നാമത്തേത് ട്രാൻസിറ്റീവ് റിലേഷൻ. ഇന്ന് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷനാണ് പഠിക്കാൻ പോകുന്നത്. A relation R on A is said to be reflexive if ordered pair AA belongs to R. അപ്പോൾ ഇവിടെ റിലേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ, ദാറ്റ് ഈസ് എ റിലേഷൻ ഫ്രം എ ടു എ, അതായത് ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. അങ്ങനെയുള്ള റിലേഷൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എയിലെ എലമെൻറ്റ്സ് എല്ലാം, അതിൻ്റെ പ്രീ ഇമേജസും ആയിട്ട് വരാവുന്ന എലമെൻറ്റ്സ് എല്ലാം സെയിം സെറ്റിൽ നിന്നാണ്. അപ്പോൾ ഓർഡേഡ് പെയർ എ എ, അതായത് ഫസ്റ്റ് കമ്പോണൻറ്റും സെക്കൻഡ് കമ്പോണൻറ്റും സെയിം വാല്യൂസ് ആണ്. അങ്ങനെയുള്ള എല്ലാ ഓർഡേഡ് പെയറുകളും എ എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ, ക്യാപിറ്റൽ എ എന്നുള്ള സെറ്റിലെ എല്ലാ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഓർഡേഡ് പെയറുകൾ എൻ്റെ റിലേഷനകത്തുണ്ടെങ്കിൽ അങ്ങനത്തെ റിലേഷനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഫോർ എക്സാമ്പിൾ, സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3. ഇഫ് ആർ ഈസ് ദി സെറ്റ് ഓഫ് ഓർഡേഡ് പെയർസ്, ആദ്യത്തെ എലമെൻറ്റ് എ എന്നുള്ള സെറ്റിലെ ആദ്യത്തെ എലമെൻറ്റ് 1 ആണ്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 ഉണ്ടായിരിക്കണം, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 2 ഉണ്ടായിരിക്കണം, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 3 ഉണ്ടായിരിക്കണം. ഇനി ബാക്കി എലമെൻറ്റ്സ് ഉണ്ടാവാതിരിക്കാം. ഈ 3 എലമെൻറ്റ്സും കമ്പൾസറിലി ഈ സെറ്റിലെ എലമെൻ്റ് ആണെങ്കിൽ, ആറിലെ എലമെൻ്റ് ആണെങ്കിൽ ആർ ഈസ് കോൾഡ് എ റിഫ്ലെക്സീവ് റിലേഷൻ. അങ്ങനെ ആ റിലേഷനെ പറയുന്ന പേരാണ് റിഫ്ലെക്സീവ് റിലേഷൻ. In plain English, a relation is reflexive if every element of its domain is related to itself. ഡൊമൈനിനകത്തെ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണെങ്കിലാണ് അങ്ങനത്തെ റിലേഷനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. ദി റിലേഷൻ ബി ഓഫ് എക്സ് വൈ വേർ എക്സ് ഇസ് ദി ബ്രദർ ഓഫ് വൈ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇപ്പോൾ നമ്മളൊരു ഫാമിലി എടുത്തിട്ട് ആ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ സെറ്റ് എടുത്താൽ എക്സ് ഇസ് ദി ബ്രദർ ഓഫ് വൈ എന്നുള്ളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ എക്സ് ഇസ് ദി ബ്രദർ ഓഫ് എക്സ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ റിഫ്ലെക്സീവ് റിലേഷൻ. മറ്റൊരു റിലേഷൻ നോക്കാം. ദ റിലേഷൻ ഡിഫൈൻഡ് ബൈ എസ് ഓഫ് എം എൻ സച്ച് ദാറ്റ് എം പ്ലസ് എൻ ഈസ് ഈവൻ. എം പ്ലസ് എൻ, എമ്മും എന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ നമ്പറാണ് കിട്ടുന്നത്. ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആകണമെങ്കിൽ എം ഷുഡ് ബി റിലേറ്റഡ് ടു എം ഇറ്റ്സെൽഫ്. അതായത് എസ് ഓഫ് എം എം ഈസ് ഈക്വൽ ടു എം പ്ലസ് എം ഈസ് ഈക്വൽ ടു 2m. എം ഏത് നമ്പർ ആയാലും 2m ഈസ് ആൻ ഈവൻ നമ്പർ. അപ്പോൾ ദിസ് റിലേഷൻ ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ ഇഫ് m and n are integers. ഇനി 1-2 എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഫോർ ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4, എ റിലേഷൻ ആർ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ വിൽ ബി റിഫ്ലെക്സീവ് ഇഫ് ആൻഡ് only if ആർ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് സെറ്റ് 1 1 2 2 3 3 4 4. അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ ഓൾറെഡി മുമ്പത്തെ എക്സാമ്പിളിൽ പറഞ്ഞായിരുന്നു. എയിലെ എല്ലാ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് എ എ ഷുഡ് ബിലോങ് ടു ആർ. അപ്പോൾ ഇവിടെ 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 1 ഉണ്ടായിരിക്കണം, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 2 ഉണ്ടായിരിക്കണം, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 3യും 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 4 4ഉം 6ലെ എലമെൻറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ 4 എലമെൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റിൻ്റെ സൂപ്പർ സെറ്റുകളെല്ലാം തന്നെ റിഫ്ലെക്സീവ് റിലേഷൻസ് ആയിരിക്കും. ഇനി സപ്പോസ് R1 is equal to set of ordered pairs 1 1 2 2 3 3. This relation is not reflexive on this A, കാരണം 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 4 ഈ സെറ്റിനകത്ത് ഇല്ല. അപ്പോൾ ഈ സെറ്റ് ഒരു റിഫ്ലെക്സീവ് റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈസ് ദ ഡിവൈഡ്സ് റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഈസ് റിഫ്ലെക്സീവ്. സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൽ ഡിവൈഡ്സ് എന്നുള്ള റിലേഷൻ റിഫ്ലെക്സീവ് ആണോ?
അപ്പോൾ എ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ വി നോ ദാറ്റ് എ ഡിവൈഡ്സ് എ പോസിറ്റീവ് ഇൻറ്റീജർ ആകുമ്പോൾ എപ്പോഴും എ ഡിവൈഡ്സ് എ ആണ്. അപ്പോൾ വാട്ട് വി ക്യാൻ സേ ദ ഡിവൈഡ്സ് റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. എ ഡിവൈഡ്സ് എ ആയതുകൊണ്ട് എ ഈസ് റിലേറ്റഡ് ടു എ ഫോർ എവരി എ ബിലോങ്സ് ടു ഇസെഡ് പ്ലസ്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റിനെ ഇസെഡ് പ്ലസ് എന്നാണ് വിളിക്കുക. അതുകൊണ്ട് എ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ നോട്ട് ദാറ്റ് ഇഫ് വി റീപ്ലേസ് ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് വിത്ത് ദി സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് then the relation is not reflexive. Set of positive integers-ന് പകരം set of all integers എടുത്താൽ ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. അതിൻ്റെ റീസൺ ഇതാണ്, 0 does not belongs to R. കാരണം 0 divide 0 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 0 does not divide any number. അതുകൊണ്ട് തന്നെ 0 does not divide 0. 0 does not belongs to R. അപ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നുള്ള ഈ ഒരു സെറ്റിന് പകരം സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് കൺസിഡർ ചെയ്താൽ അവിടെ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കില്ല. ഇനി നമുക്ക് ഏതാനും റിലേഷൻസ് നോക്കാം. റിഫ്ലെക്സീവ് ആണോ റിഫ്ലെക്സീവ് അല്ലയോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം. Let R1 be the relation is the set such that set of all ordered pairs such that A less than or equal to B. ഓരോ എ ബിയും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇസ് ദ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിലാണ്. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എ ബിലോങ്സ് ടു ആർ ബിക്കോസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയതുകൊണ്ട് എ ഈ R1-ലെ എലമെൻ്റാണ്. അപ്പോൾ ഇത് എല്ലാ എയ്ക്കും എല്ലാ ഇൻറ്റീജേഴ്സിനും ഈ കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് R1 ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. But R2, we know that A greater than A. This is not possible. A is greater than or equal to A, but A is not strictly greater than A. അതുകൊണ്ട് തന്നെ ordered pair AA does not belongs to R2. Ordered pair AA R2 എന്നുള്ള റിലേഷനകത്ത് എലമെൻ്റ് അല്ല. അതുകൊണ്ട് R2 is not a reflexive relation. Next we can take R3. ഇവിടെ R3 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി ഓർ എ ഈക്വൽ ടു മൈനസ് ബി. അപ്പോൾ എ ഈക്വൽ ടു ബി ആണെങ്കിൽ ദെൻ ഓർഡേഡ് പെയർ എ ബിലോങ്സ് ടു R3. ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എ. ഏത് ഇൻറ്റീജർ എ എടുത്താലും എ ഈക്വൽ ടു ബി ആകുമ്പോൾ അത് ഇതിനകത്ത് R3-ലെ എലമെൻ്റ് ആയതുകൊണ്ട് ഈ R3-യും ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആയിരിക്കും. R4 is again a reflexive relation due to the same reason. ഇവിടെ A equal to B, ഫസ്റ്റ് കമ്പോണൻറ്റും സെക്കൻഡ് കമ്പോണൻറ്റും ഈക്വൽ ആകുന്ന എലമെൻസിൻ്റെ കളക്ഷനാണ് R4 എന്ന് പറയുന്നത്. വേറെ A is an integer. അപ്പോൾ R4-ഉം ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആയിരിക്കും. ഇനി അടുത്തത് R5 ആണ്. സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് എ ബി സച്ച് ദാറ്റ് എ ഈക്വൽ ടു ബി പ്ലസ് 1. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം എടുക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 0. ദെൻ 0 ഈസ് ഈക്വൽ ടു ബി പ്ലസ് 1. B should be equal to minus 1. B is never become 0. B ഒരിക്കലും 0 ആകാൻ പറ്റില്ല. അപ്പോൾ അത് എ 0 പോലെ ഏത് ഇൻറ്റീജർ ആയാലും എ ഒരിക്കലും എയും ബിയും ഒരിക്കലും ഈക്വൽ ആകില്ല ബിക്കോസ് എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് 1. അതുകൊണ്ട് R5 ദാറ്റ് മീൻസ് എ ഡസ് നോട്ട് ബിലോങ് ടു R5. ഹെൻസ് R5 ഈസ് ഓൾസോ നോട്ട് റിഫ്ലെക്സീവ്. അതേപോലെ R6 എടുത്താൽ ordered pair R6 is the set of ordered pairs such that A plus B less than 3. അപ്പോൾ ഇവിടെ let A is equal to 3 then and B is equal to 3. Then ordered pair AA belongs to this R6, but if you take 3 plus 3 which is equal to 6, it does not belong to R6. Okay, in the similar way, if you take 0 and 0, that element belongs to R6. 3 does not belong to R6. 0 belong to R6. Therefore you cannot say in general ആയിട്ട് എല്ലാ എല്ലാ ഇൻറ്റീജേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ എന്നുള്ള ഓർഡേഡ് പെയർ R6-നകത്ത് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ R6-ഉം റിഫ്ലെക്സീവ് അല്ല.
അപ്പോൾ നമ്മളിവിടെ ഒബ്സർവ് ചെയ്താൽ R1, R3, R4 ഈ 3 റിലേഷൻസ് റിഫ്ലെക്സീവ് റിലേഷൻസ് ആണ്. R2, R5, R6 ഈ 3 റിലേഷൻസ് റിഫ്ലെക്സീവ് റിലേഷൻസ് അല്ല. താങ്ക് യു.